ഷക്കീല പോലെ തന്നെ അവിടെ എത്ര പേര് വന്നിട്ടുണ്ട് നിങ്ങൾക്കറിയോ? മമ്മൂക്കോയ വന്നിട്ടുണ്ട്, സിദ്ദിഖ് സാർ വന്നിട്ടുണ്ട്, എത്ര പേര് അവിടെ വന്നിട്ടുണ്ട്. ജാതി മതം ആ അമ്പലത്തിലില്ല. ഷക്കീൽ വന്നപ്പോൾ ഞാൻ കൂടി. ഞാൻ അന്ന് എൻ്റെ തൊട്ട് മുമ്പിലാണ് എൻ്റെ ഫ്ലാറ്റ്. എല്ലാ അമ്പലത്തിലും ഉത്സവത്തിലും ഞാൻ അവിടെ ചെല്ലാറുണ്ട്. ആർട്ടിസ്റ്റുകൾ വരുമ്പോൾ ഞാൻ ഉണ്ടാവാറുണ്ട്, കാരണം ഞാൻ തൊട്ടടുത്താണ്. എല്ലാവരെയും റിസീവ് ചെയ്യാനൊക്കെ ഞാൻ ഉണ്ടാവാറുണ്ട്. ഷക്കീൽ വന്നെന്താ അവർക്ക് എന്താ പ്രാർത്ഥിച്ചുകൂടെ? അവർക്ക് അമ്പലം പാടില്ലേ? അവർ സ്ത്രീയല്ലേ? എന്താ അങ്ങനെ ഒരു മാനദണ്ഡം? അവർ അമ്പലത്തിൽ കയറി തൊഴട്ടെ, അതിനിപ്പോൾ എന്താ? പിന്നെ ചില അമ്പലങ്ങളിലുണ്ട് ജാതി പേരിപ്പോൾ ദാസേട്ടൻ ഇന്ന് വരെ ഗുരുവായൂർ അമ്പലത്തിൽ കയറിയിട്ടില്ല, അറിയാലോ. അത് ചില ജാതി നമുക്ക് തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിയാത്ത എത്ര പേര് അമ്പലങ്ങളിൽ കയറുണ്ടാവും. ഷക്കീൽ വന്ന് അവിടെ തൊഴുതതിന് എന്താ തെറ്റെന്താ? 100% ഈ ഒരു കാര്യത്തിൽ ഇവരോട് യോജിക്കുന്നുണ്ട്. കാരണം പറഞ്ഞാൽ ക്ഷേത്രം ഇന്ന ഹിന്ദുക്കൾക്ക് മാത്രം അല്ല, ആരാധനകളെല്ലാം ഇന്ന മതത്തിലുള്ളവർക്ക് മാത്രമൊന്നുമല്ല. ദൈവത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണ്. ഷക്കീലയ്ക്ക് അവിടെ വരാൻ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം. ഇത് മുൻപ് നവ്യ നായർ സ്റ്റേജ് പ്രോഗ്രാം നൃത്തത്തിൻ്റെ പരിപാടിക്കാണെങ്കിൽ അന്ന് ആ നൃത്തം കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റേജിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഷക്കീല വരുന്നപ്പോൾ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ദേവസ്വം പ്രസിഡന്റ്, അമ്പലത്തിൽ പ്രസിഡന്റിനോട് ചോദിച്ചു ഞങ്ങൾക്ക് വന്ന് തൊഴാമോ എന്ന് ഫോണിൽ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം, ഭഗവാന്റെ മുമ്പിൽ എല്ലാം തുല്യരാണ്. ഇത് ഈ അമ്പലമാണെന്ന് തോന്നുന്നു, ഇവർ പറഞ്ഞ അമ്പലമാണെന്ന് തോന്നുന്നു. അന്നേരം അവർക്ക് മുമ്പിൽ വരാം. അപ്പോൾ നവ്യ നായർ അതിനെയൊക്കെ പുകഴ്ത്തുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ പലതും. ഇപ്പോൾ യേശുദാസ് അങ്ങനെ മതപരമായിട്ട് നോക്കുന്ന അമ്പലങ്ങളുണ്ട്. ഇപ്പോൾ യേശുദാസ് ഇപ്പോൾ അതായത് ഇതിലുമായിട്ടും അദ്ദേഹത്തിന് പാടാൻ അവിടെ അവസരം കിട്ടില്ല. അപേക്ഷ ചോദിച്ചിട്ട് പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് ശേഷമാണ് ഈ ജാസ്മിൻ്റെ വിവാദം ഉണ്ടായത്. അത് കയല് കഴുകിയെന്ന് പറഞ്ഞ് പുണ്യാഹങ്ങളൊക്കെ തെളിച്ചത്. ഇപ്പോൾ ജാസ്മിൻ അത്ര ഫേമസ് അല്ലായിരുന്നു. ഫേമസ് ആണ്, ഒരു യൂട്യൂബറാണ്. പക്ഷേ ഇവർക്കൊന്നും അങ്ങനെ കാര്യമായിട്ട് ജാസ്മിനെ അറിയില്ല. യേശുദാസ് വലിയ പ്രശസ്തനായ ആളായതുകൊണ്ടാണ് അഹിന്ദു ആയതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ കയറ്റാത്തത്. ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ ഇഷ്ടംമാതിരി ആൾക്കാർ അത് അവിടെ കയറി പോകുന്നുണ്ട്. ഇപ്പോൾ യേശുദാസിനെ കയറ്റിയില്ല എന്നുള്ളത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്നവർ ചിലപ്പോൾ ക്രിസ്ത്യാനികളൊക്കെ കാണും. അപ്പോൾ ഞങ്ങൾക്ക് കയറിയാൽ എന്താ എന്ന രീതിയിൽ ഒരുപാട് അഹിന്ദുക്കൾ അവിടെ കയറി ഇറങ്ങുന്നുണ്ട്. അതുകൊണ്ട് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ക്ഷേത്രത്തിൽ പോയാലും പള്ളിയിൽ പോയാലും അതിൻ്റേതായ ശുദ്ധ മനസ്സോടെ വേണം കൂടെ പോകാൻ. അല്ലാതെ അവർ ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയിക്കൊണ്ട് കയറരുതെന്ന് ഒരിടത്തും ഒരു നിയമവുമില്ല. പള്ളികളിലും ആരാധനകളിലും നിയമവും ഒന്നുമില്ല. നമ്മളൊരു ഏത് ദൈവം ആയിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ട ദൈവം ആയിക്കോട്ടെ, അവിടെ പോണതിന് ഒരു മനഃശുദ്ധി വേണം, ശരീരശുദ്ധി കൂടെ മാത്രം ഉണ്ടായാൽ മതി.